ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ എന്താ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ? കാക്കുണീച്ചിട്ടില്ല, മടിയനാണ്, മടിയൻ. ഇത്ര നേരം ന്യൂഡായിരുന്നു ഗൈസ്. ഞാൻ വരുന്ന വീഡിയോ കൊണ്ട് ക്യാമറ എടുത്തിട്ട് എണീറ്റ് പോയി കടി ചൂട്ടോ. അല്ല ഞാൻ മാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടിമക്കണ്ണല്ലേ, ഓർമ്മല്ലേ കഴിഞ്ഞ വീഡിയോയില്? ചെല്ല് പോയി കടിയൊക്കെ ചുടറാവോ. എന്താടോ കറി ഉണ്ടാക്കൂ, ചായ ഉണ്ടാക്കൂ, പണിയൊക്കെ തീർക്കൂ. ഓക്കെ ബായ്ന്നോ. ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഗൈസ്. അത് സംഭവം ലേശം പാളിയാണ്. വെള്ളപ്പത്തിന്റെ മാവില്ല, വെള്ളം കൂടി പോയി. അല്ല യഥാർത്ഥ വെള്ളപ്പം വെള്ളം അപ്പം ഇന്ന് ക്ഷമിക്കണേ. പിന്നെ ഇവിടെ ഒരാള് ബാർബീനെയും കൊണ്ട് വന്നില്ല. ബുബു ഓ പിന്നെ നിങ്ങളിപ്പോ പോയിട്ട് കറി വെക്കാൻ മേടിച്ചിട്ട് വരണം സാധനങ്ങള്. കറി വെക്കാൻ മാത്രം മേടിച്ചാൽ മതി. കാരണം ഞങ്ങള് പോണ സമയത്ത് അവിടെ താഴെപ്പറ്റി പോകില്ല. ഞങ്ങൾ ഇവിടെ മേലെ പോണേ. ഞങ്ങള് ഞമ്മൊക്കെ ഞങ്ങൾ വാങ്ങിക്കോളാം. ബേക്കറി അല്ല, ഞം ബൂബുന്റെ ഞം. അപ്പൊ പോയി പല്ലൊക്കെ തേച്ചിട്ട് വാ. അപ്പൊ ഗൈസുകൾ ഉണ്ടാക്കിയ ഫസ്റ്റത്തെ വെള്ളപ്പം കണ്ടത് ഇതാണ്. അത് മാവില് വെള്ളം കൂടി പോയി. ഇതാ ഷേപ്പില് കൊടയോ കുട കറി വെക്കാൻ എന്താ ഉണ്ട്? മട്ടൻ കിട്ടൂല. ചിക്കൻ ഓർ ബീഫ് എന്താ ഉണ്ട്? വൈ നോട്ട്? അയ്യല്ലെന്ന് ഞാൻ അങ്ങനെ പറയാ. കാക്കു കറി സാധനം മേടിക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, ഒന്ന് പോയിട്ട് വരും. ഫോൺ വേണ്ടേ? എന്നാ അല്ലക്ക് വേണം മാറ്. ഇനിയിപ്പൊ എന്റെ ഇതിപ്പോ വെറുതെ ഇതിപ്പോ അതാക്കാനാക്കുമല്ലോ. അയ്യോ, ഇവിടെ ഒരു പാവുണ്ടായിരുന്നു. അതൊക്കെ എത്തേണ്ടോടത്ത് എത്തിയിട്ടുണ്ടോ? റിനോ, പുറത്ത് നല്ല മഴയാണല്ലോ. എന്താ പണി? ഞാനേ നാളെ രാവിലെ കടിക്കുള്ള മാവില്ലേ, അതിന് അരി കുതിർക്കാൻ ഇടുകയാണ്. അപ്പൊ നോക്കുമ്പോ വെള്ളം നനച്ചപ്പോഴാണ് ഈ ഉഴുന്നിലെന്തയോ ഒരു തൊലി പോലെ അതിങ്ങനെ പൊന്തി കിടക്കുക. പിന്നെ ചോറായി, പരിപ്പ് കറി. പിന്നെ എനിക്ക് ടൗണിൽ പോണായിരുന്നു. ഈ മഴയത്തോ? അല്ല, ഞങ്ങള് സാധനം എടുക്കാൻ വേണ്ടി പോവില്ലേ, അപ്പൊ ഞങ്ങള് വരാം. എന്നിട്ട് കാക്കും കൂടെ പോന്നോ. ഞങ്ങള് കഴിഞ്ഞിട്ട് ഞങ്ങള് വണ്ടി വിളിച്ചിട്ട് വന്നോളാം, സാധനം മേടിച്ചിട്ട്. അല്ല, എനിക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് തന്നെ വരണ്ടേ, സാധനം പാക്ക് ചെയ്യാൻ. അപ്പൊ കാക്കു കുറച്ചേരം വെയിറ്റ് ചെയ്യോ? ഓക്കെ. നല്ല മഴയില്ലേ പുറത്ത്? മറ്റേ നമ്മുടെ ഇത് നോക്കി നോക്കൂ, തോടില് വെള്ളം നിറഞ്ഞോ? തോട്ടില് നോക്കി നോക്ക് പോയിട്ട്. പുറത്തല്ല മഴയാണ്. ഞാൻ കഴുകി കൊണ്ടിരിക്കുമ്പോ ഈ കഴിയുന്ന കഴിഞ്ഞ് മൊത്തം പോയി. എന്ത് കാടി ഇത്? അല്ല കുഴപ്പമില്ല, ഞാൻ കഴുകി പിന്നെ എടുത്തിട്ട്
പച്ചരി കളയാൻ പറ്റില്ലല്ലോ, കാരണം റേഷൻ കടയിൽ പച്ചരി കിട്ടുന്നില്ലല്ലോ. പച്ചരിയാണ്. ചോറ്റരി കൊണ്ട് ആരെങ്കിലും കടി ഉണ്ടാക്കുവോ? കടി ഉണ്ടാക്കണേ? ഇത് കടി ഉണ്ടാക്കാനുള്ള നാളേക്ക് ഇഡ്ഡലിയോ ദോശ ഉണ്ടാക്കാനേ നമ്മള് കുതിർത്തിടൂലേ, രാത്രി ആട്ടി വെക്കും, രാവിലെ അതെടുത്ത് ചുടും. അതാണ്, അങ്ങനെയാണ്. മനസ്സിലായോ? ഇതൊക്കെ പഠിക്കണ്ടേ? നിങ്ങൾ എന്റെ അടിമക്കണ്ണായിട്ട് ഇതൊന്നും പഠിച്ചില്ല. അപ്പൊ എനിക്ക് കുളിക്കാനുള്ള വെള്ളം അവിടെ ചൂടായി. അതെ ഗൈസ്, ചൂടുവെള്ളത്തിലേ കുളിക്കും മടിയനാ. മഴ പെയ്താൽ ഇതാണ് അവസ്ഥ. ഇവിടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്, ക്ലീൻ ചെയ്യാനുള്ളതാണ് ഗൈസ്. ബൂബു കണ്ടോ, ഇവിടുന്ന് അവിടെ വരെ നിറച്ച് മിക്സറും അതാ കണ്ടോ എന്തെല്ലോ ബാക്കി പരിപ്പര നോക്കിക്കൊണ്ടോന്നു. കൊള്ളാം. അപ്പൊ ശരി, പോയി കുളിക്ക്. അപ്പൊ ഗൈസ് കുളിച്ചിട്ട് വരാം. ഗൈസ് അപ്പൊ നമ്മള് ടൗണിൽ പോവാണ്, ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാണ്ട്. നമ്മളെ റോഡ് ഇച്ചിരി കട്ടറാണ്, അതാണ് ഷേക്ക് കേട്ടോ, ഷേക്കിങ് എറണാകുളത്താണ്. അപ്പൊ അവിടെ സപ്ലൈ ഉള്ള സാധനങ്ങളും ഇറങ്ങിയിട്ടുണ്ട്, ലോഡ് വന്നിട്ടുണ്ട്. അപ്പൊ അതും എടുക്കണം. നമ്മള് ഷോപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ അവിടുന്ന് കുറച്ച് സാധനങ്ങളും മേടിച്ച് തിരിച്ച് വരാം. എന്താ കോട മുട്ടിക്കുന്നു. ഇതൊക്കെ കട്ടർ കുറച്ചുള്ളൂ, കൊണ്ട് വലിയ വിഷയം വരാനില്ലല്ലോ. ആക്കും സമയം ആയി, 6 മണിയായി. അതാണ് ബൂബും അവന്റെ മേമയും ബാക്കിലിരിക്കും കേട്ടോ. ബൂബു ഇതാണ് കേട്ടോ നമ്മുടെ ടൗൺ വരുന്നത്. നമ്മുടെ CMS സ്കൂളിന്റെ ഇവിടെയായിരുന്നു നമ്മള് ഷോപ്പ് എടുത്തിരുന്ന, കാണിച്ചത് നമ്മുടെ ഷോപ്പ് എവിടെ ഉണ്ടായെന്നൊക്കെ. ഇവിടെയാണ് നമ്മുടെ സലാമാക്കിയും അഷ്റഫാക്കിയും നമുക്ക് വേണ്ടപ്പെട്ട 2 കടകളിലെ ആക്കും. ഈ ഷട്ടർ ക്ലോസ് ചെയ്തിട്ടുള്ള ഇതായിരുന്നു നമ്മുടെ ഷോപ്പ് കേട്ടോ. നമ്മുടെ സലാമാക്കാന്റെ ചായക്കട, അപ്പുറത്ത് നമ്മുടെ അഷ്റഫാക്കാന്റെ കട. അപ്പോ നമുക്ക് ഇറങ്ങാം. ബിസിയാ ഷർക്ക ആ യൂട്യൂബില് വരൂ കാര്യത്തിലാ. ഒരു ഹായ് പറ. ഇവിടെ സെൽഫ് സർവീസ് ആണല്ലേ, അതാണ് ഞങ്ങളെ സൂപ്പർ മാർക്കറ്റ് അല്ലേ. പ്രൊമോഷൻ വീഡിയോ ആണ്. സാധനങ്ങൾ എന്തൊക്കെയാ ഇവിടെ, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇതുവഴി പോണവരൊക്കെ ഇവിടെ കയറി സാധനങ്ങള് അഷറഫ് സ്റ്റോർ വലുതാക്കി എഴുതി ഒട്ടിച്ചിരിക്കണല്ലേ. ഉള്ളിൽ കയറി നോക്കണല്ലേ. അപ്പൊ എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണ്ടേ. പിന്നെ നമുക്ക് വേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാല് ഹലോ. അല്ല, ഞാൻ മേടിക്കണ്ടല്ലോ. ഇല്ലല്ല, അഷർഫാക്ക് അത് കൂട്ടി ഒരു 2 പാക്കറ്റ് പാലടിക്കുന്നു. നമ്മുടെ സാധനമൊക്കെ വരും അല്ലേ. ഒരു ഹായ് പറഞ്ഞോളി. ഹായ് പറഞ്ഞോ. നമ്മളെ വയറിലാവണ്ടേ. 1 2 3 4 5 6 7 8 9 10 11 12 സാധനം 563 കേട്ടോ. കഴിഞ്ഞില്ലേ? ഇത് ഡേറ്റ് ചെയ്തണോ? എന്തെങ്കിലൊക്കെ എഴുതി വെച്ചോ. കുറച്ചേരം ഇവിടെ നിക്ക്. അപ്പൊ ഓയിൽ നെഹിഹെ ഇല്ല നെഹി കഴിഞ്ഞു വേണ്ട. അപ്പൊ പോട്ടെ, എന്നൊരു ബായ് പറ. ബായ്. അപ്പൊ വരുന്നവരൊക്കെ അഷ്റഫ് സ്റ്റോറിൽ വരണല്ലേ. വന്നിട്ട് എല്ലാരും ഞങ്ങളെ പേര് പറഞ്ഞ ഡിസ്കൗണ്ട് ഉണ്ടോ? ഓഫർ ഉണ്ട്.
എന്നിട്ട് ഈ ബില്ലിൽ ഓഫർ ഇല്ലല്ലോ, ബില്ലിൽ ഓഫർ ജില്ലയില് 560 കൂട്ടണുള്ളൂ. ആ എത്ര? ഡിസ്കൗണ്ട് ഓ പോരെ? ആ അപ്പൊ തിങ്കളാഴ്ച മോർണിംഗ് കാണിക്കല്ലേ? ഓന് കാണിക്കാം, എല്ലാരും കാണിച്ചു. ആ ഇതാണ് ഞങ്ങളെ ഫ്ലിപ്കാർട്ട് ഡെലിവറി പോയിന്റ്. അസർബാഗ പോട്ടെ. എന്നാ ശരി, ഓക്കെ. സലാമാക്ക നിങ്ങളെ ഹായ് പറ. ഇത് വീഡിയോ എടുക്കാൻ വന്ന ഇതാണ് ഞങ്ങളെ സലാമാക്കാന്റെ ചായ സൂപ്പറാണ് ഗൈസ്. ഇതുവഴി പോണവരൊക്കെ സലാമാക്കാന്റെ കടയിൽ ഇറങ്ങണം, ചായ കുടിക്കണം. എങ്ങനെയുണ്ട്? എന്നാ പോട്ടെ. ശരി. ആ താത്താനോട് പറ, അത് വലിയ സാധന. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിട്ടോ. ഇതാണ് നമ്മളെ വീട്. നിങ്ങൾ തെറ്റിദ്ധരിക്കും അല്ല ഗൈസ്, ഇതിൽ കൂടെ പോയിട്ട് അതാണ് നമ്മുടെ വീട് എന്നല്ലേ. ഇതാണ് നമ്മളെ ക്വാർട്ടേഴ്സ്. നമ്മളെ ക്വാർട്ടേഴ്സ് ഇതാണ് കേട്ടോ. വാടക കൊടുക്കാത്തോടത്തോളം കാലം നമ്മുടെ വാടക കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ റീച്ച് ആയി കഴിഞ്ഞു. കാക്കു വാതിൽ തുറക്കൂ. ആരാ വാതിലടിച്ച ലാസ്റ്റ്? ഫ്രീ ഇറങ്ങൂ. ആ സാധനം എടുത്ത് സ്റ്റെപ്പ് വെച്ചോട്ടോ. ഗൈസ് ഫൈനലി നമ്മള് വീട്ടിലെത്തി. ഇപ്പോ എന്താ കാക്കുനുള്ള ലോഡൊക്കെ വന്ന നമുക്ക് ഇതൊക്കെ ഇനിയിപ്പോ പൊട്ടിച്ച് പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച്. അപ്പോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അല്ലെ. ഡേ ഇൻ മൈ ലൈഫ്. നമ്മൾ ചോറൊന്നും കിടക്കും, ചിലപ്പോ ഒരു മൂവിയാണ്. അത്രേ ഉള്ളൂ അല്ലെ. അപ്പൊ എങ്ങനെയാ? അപ്പൊ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ, അത്ര വലിയ കാര്യങ്ങളൊന്നുമല്ല. നോർമലി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ലാക്കും ഇപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റാട്ടോ. ആ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാ അല്ലേ? ആണ്. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ്. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ഡേ ഇൻ മൈ ലൈഫ് ലാക്കും. അപ്പൊ എല്ലാരും കാണണം. കണ്ടാ മാത്രം പോരാ, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം അല്ലേ? ഷെയർ ചെയ്യാ, ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ. അങ്ങനെയല്ല പറയണ്ടേ? ഷെയർ ചെയ്തിരിക്കണം, ലൈക്ക് അടിച്ചിരിക്കണം അല്ലേ? അല്ലട്ടോ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടവരേക്കും ബൈ.